സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ വന്നേക്കാണ് പുതിയൊരു ഗെയിമായിട്ട്. സോ ഗൈസ്, ഞാൻ വീട്ടിലിട്ട് ഏകദേശം 5 months ആയി. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തുകൊണ്ട് ഞാൻ അത്ര വീഡിയോ ഇടാനെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഉത്തരമില്ല. സോ എന്തായാലും ഫുൾ ഫോമിൽ വന്നേക്കാണ്. അവിടെ നിന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേര് ഈവിൽ എന്നാണ്. ഇവരുടെ നല്ലൊരു കംബാക്ക് അടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ആണ് ഈ വിന്നണിൻ്റെ. ഏകദേശം 1.6K വ്യൂസ് കിട്ടി. എൻ്റെ 3 ചാനൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ആണ്. സോ നമ്മളതിൻ്റെ ഫ്രണ്ടോ എസ്കേപ്പാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകണം, അതിൻ്റെ യെല്ലോ കീ എസ്കേപ്പ് എന്ന് വെച്ചാൽ വാൻ എസ്കേപ്പ് ആയിട്ട് എന്തൊക്കെയാണ് സംഭവം. അന്ന് കളിച്ച ചെറിയൊരു ഓർമ്മയുണ്ട്. സോ നമുക്ക് അത് വെച്ചിട്ട് കളിക്കാം. സോ നേരെ വീഡിയോ ഇട്ട് പോവാം. ലെറ്റ്സ് ഗോ. സോ ഓക്കെ ഗൈസ്, നമുക്ക് തുടങ്ങാം. സോ ഹൗ ഓൾഡ് ആരെന്നൊക്കെ കൊടുക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും 40, 34 ഒക്കെ കൊടുക്കാം. ഇതിൽ താറ്റ്സ് ഓക്കെ പ്ലേ. അയ്യോ, നമ്മൾ പേരൊന്നും കൊടുത്തില്ല. അവൺ നെയിം കൊടുക്കുക. നമുക്ക് പേരെടുക്കുക. സോ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ എന്തെങ്കിലും ഒരു ആളുടെ പേരിട്ടാൽ എന്തായിരുന്നു, ദാക്ഷായാണ്. സോ അങ്ങനെ കൊടുക്കാം. ദാക്ഷായനൻ. ഓക്കെ, നോർമലി വേണ്ട, തൽക്കാലം പീസ് മതി. കച്ചിൽ കുറേ കാലമായി കളിക്കുന്നതിന് പിടിയൊന്നുമില്ലേ, തന്നെ തുണ്ടാകാനുണ്ട് കേട്ടോ. സോ എൻ്റെ ഒരു ഇതിലാണ് കളിക്കുന്നത്. സൗണ്ടില്ലേ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ അതിൻ്റെ ഒരു വൈബ്, അതിൻ്റെ ഈവലിൻ്റെ ഒന്ന് അടിച്ച് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമാണ്. സോ എന്നിട്ട് ഫുള്ള് വയറാണിത്, മറ്റേ സ്പീക്കറിൻ്റെ വയറും ഇയർഫോണിൻ്റെ വയറും. ഓക്കെ, സോ നമുക്ക് ഗെയിമിലായിട്ട് കളിക്കാൻ നമ്മളിതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. സോ നമ്മളെ വീടിൻ്റെ ഷെട്ടിൻ്റെ ഇവിടേക്ക് എത്തുന്നുണ്ട്. സോ അവിടം പിടിച്ചേക്കുന്നുണ്ട്. അത് വെച്ച് തലയമ്മ അടിക്കും. ഇന്ന് ഞാൻ പേടിക്കില്ല. അന്ന് ഞാൻ പേടിച്ചായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ പേടിക്കില്ല. അവിടെ ഓക്കെ, എന്തായാലും പോവാം, തുടങ്ങാം. ഡേ 1. ഓക്കെ, കുറച്ച് നമ്മൾ ഭയക്കണം. കാരണം കളിച്ച് പറയും ഐ ഹാവ് ടു ബി ഗുഡ്. ഐ ആം ദാക്ഷാണ്. ഐ ആം ഗോയിങ് ടു ബി ഗുഡ്. ഐ ആം ഇതൊന്നും വേണ്ട മുത്തേ, ഞാൻ കുറേ കളിക്കാറില്ലല്ലേ. ക്യാൻ ലുക്ക് അറൗണ്ട്. ഓക്കെ, മതി മതി മതി. ഇതെന്താ ക്രൗച്ച്? ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇനെന്താ ഡോർ? മനസ്സിലായി. ഇനി നമുക്കെല്ലാം തുറന്ന് നോക്കാം. ഒറ്റ പൈസ ഇല്ല, ചില്ലറ പൈസ പോലും നമ്മുടെ അടുത്തില്ല. നമുക്ക് കുറച്ച് ചില്ലറ പൈസ ഇട്ടുണ്ട് എടുക്കാം. ചില്ലറ നമ്മൾ അന്ന് കളിക്കുന്ന സമയത്ത് ഭയങ്കര ലാഗാണ്. പക്ഷേ പ്രശ്നം ലാഗൊന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഫസ്റ്റ് നമ്മളെപ്പോൾ ഈ തന്നെ കളിച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് ആ കേബിൾ വേണമെന്നാണ്. കേബിൾ പോയിട്ടാ കേബിൾ ഇതുണ്ട്. കേബിൾ എന്തായാലും നമുക്ക് വേടാം. നമുക്ക് ചട്ടപ്പടയെന്നാവണോ? സമയമില്ല. ഇതിനകത്ത് യെല്ലോക്കി ഉണ്ടോ നോക്കണം കേട്ടോ. ഈ സാധനം യെല്ലോക്കിയാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം. ക്രോബാർ ഇവിടെ ഉണ്ടാവും. വണ്ടർഫുൾ ആൻഡ് നൈസ് ആൻഡ് ഫണ്ടാസ്റ്റിക് ആൻഡ് ഫാബുലസ്. ക്രോബാർ നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇതാ വരുന്നു. പേടിക്കണ്ട, ഇത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ക്രോബാർ എടുത്തിട്ടുണ്ടെങ്കിൽ ചാടാ. ക്രോബാർ എടുക്ക്. അയ്യോ, എവിടെ? തീലോട്ട് ചാടി ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത പോലെയും. ഓക്കെ, ക്രോബാർ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ മറ്റേ സീ വർക്കോടൊക്കെ പോകാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഓർമ്മ വന്നു. പക്ഷേ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഓർമ്മയില്ല. എന്നാൽ നമുക്ക് തുറന്ന് വെക്കാം. നമ്മളെല്ലാം ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പണി ചെറുതായിട്ട് ചെയ്ത് കഴിയും. ക്രൗച്ച് ചെയ്ത് വേഗം പോവാം. ഓക്കെ, കളിക്കേണ്ട വല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ അന്നൊക്കെ കളിച്ച ഒരു ഓർമ്മയാണ് കളിക്കുന്നത്. അത്ര ഓർമ്മയൊന്നുമില്ല. എന്തായാലും യെല്ലോ കീ കൊണ്ടാണ് പോവാന്ന് എനിക്ക് ഉറപ്പുണ്ട്. ക്രോബാർ അവിടെ ഉപയോഗിക്കാനൊക്കെ അറിയാം. വേറെ ഒരു പീടിയില്ല കേട്ടോ ഗൈസ്. എന്തായാലും കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗൈസ്. ഇനി 5 മാസത്തിന് ശേഷം വീഡിയോ ഇടുന്നത്. സോ ഒരു എന്താ പറയുക, ഒരു ലാഗ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പോട്ടെ. ഏതാ വഴി കയറേണ്ടി വരുന്നു. മോളിൽ കയറാത്. ഇതുവഴി എങ്ങനെ അമ്മച്ചി വന്നാൽ തലയമ്മടിച്ച് കൊല്ലുന്നൊക്കെ തോന്നുന്നു. എന്തായാലും നമുക്ക് പോവാം. തുറക്കാൻ പറ്റിയ ഇവിടെ സ്വിച്ച് ഉണ്ടാകുന്നല്ലോ. ശരി ഇവിടെ സ്വിച്ച് ഉണ്ട്. എവിടെ? അതെ, നമ്മൾ തുറന്നു.
തൽക്കാലം ക്രോബാർ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം ആവശ്യമുണ്ട്. സോ ഇതെന്താ ബെഞ്ച് ഓഫ് കീസ് ആണോ? യെസ്, ദിസ് ഈസ് വർത്ത്. ഇത് ആവശ്യമുണ്ട് നമുക്ക്. ഇവിടെ ഒന്നുമില്ല. ബെഞ്ച് ഓഫ് കീസ് വെച്ച് നമുക്ക് മുകളിലത്തെ ഈ സാധനം തുറക്കാൻ പറ്റും. അയ്യോ എവിൽ രണ്ട് പേരുണ്ട് ചുറ്റിക കണ്ടോ? അവിടെ ഗ്ലിച്ച് അടിച്ച് കണ്ടു പ്ലക്കി അപ്പോൾ നമുക്ക് തൽക്കാലം ബെഞ്ച് ഓഫ് കീസ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ കേട്ടോ. ആ കണ്ട് ചേസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഇതിനെ കറക്കി അടിക്കുക ഇവിടുന്ന്. സമയമില്ലതായ സമയത്ത് ഈ ഉണ്ടെന്ന് വേഗം വാതള്ളേ. കമോൺ. അയ്യോ വണ്ടി അടിച്ചു പോലെ. ഈ വണ്ടി നമുക്ക് പോകേണ്ട വണ്ടിയുണ്ട് കഴിച്ചു. ഈ വണ്ടിയിലാണ് നമ്മൾ എസ്കേപ്പ് ചെയ്യേണ്ടത്. അയ്യോ അതെന്താ? അയ്യോ ആ ഈവനെ അടിച്ചിട്ട് ഈവനെ പടായി പിന്നെ ഈവൻ അമ്പോ ഏതാ അയ്യോ എന്തപ്പോ നിനക്ക് പറയുക? ഗൈസ് വാട്ട് ഈസ് ദിസ്? എക്സ്പ്രഷൻ ഞങ്ങൾ സംഭവം കണ്ടിട്ടില്ല കേട്ടോ. വൈബ്രേഷൻ അടിക്കാൻ നടന്നിട്ട് രക്ഷിക്കണോ? കർമ്മ ഈസ് റിയൽ. കർമ്മ ഇങ്ങനെ പേടിക്കല്ലേ ചേച്ചി. നമ്മളെന്ത് ചെയ്തിട്ടാ? പോട്ടെ ഇവനോട് കൊണ്ടുപോകും. പോട്ടെ രണ്ടിനെ കൊന്നിട്ടാ പോയാൽ എന്തായാലും കുഴപ്പമില്ല. ഞാൻ അപ്പോഴേക്കും എൻ്റെ ബാക്കി പരിപാടി നോക്കട്ടെ. അപ്പോൾ ലാഭമായിട്ട് കേസ് എന്തായാലും ഈവനെ അവരെ അടിച്ചിട്ടു. നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യുന്ന പരിപാടി നോക്കാം. ഓക്കെ ബെഞ്ച് ഓഫ് കീസിൻ്റെ എല്ലാം ക്ലിക്കായല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട യെല്ലോ കീ കണ്ടുപിടിച്ച പരിപാടി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. യെല്ലോ കീ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കേസ്. ഓക്കെ യെല്ലോ കീ സാധാരണ ഇവിടെ കിട്ടാറില്ല. ഇവിടെ ബ്രൂം ഉണ്ടാവും. കണ്ടോ അന്നത്തെ ഒരു ഓർമ്മ വെച്ച് നമ്മൾ കളിക്കുമ്പോൾ എല്ലാം ഓർമ്മ ഉണ്ട്. ഇവല്ലാണ്ട് മരണത്തിൽ നിന്ന് എനിക്ക് വന്നാണാവോ കമ്പാക്ക് അടിച്ചോ? ഇവല്ലാണ്ട് നോക്കിയാലോ വിശ്വസിക്കാൻ പറ്റിയ ചിലപ്പോൾ ഈവല്ലാണ്ട് ഇപ്പോൾ അടിച്ച് കയറി. ഈവല്ലാണ്ട് ഇപ്പോഴും ചത്തെടുക്കുക. പക്ഷെ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു ത്രില്ലില്ലേ ശരിക്കും ഈവലിനോട് കിട്ടണം. എന്തായാലും ഈ സമയം കൂടി യെല്ലോ ഒക്കെ കണ്ടുപിടിക്കുക. ഞാൻ ചേച്ചിയായിരുന്നു. അത് ഞാൻ ഈവലിനോട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതെന്നാ സൗണ്ട് എല്ലാം തുറക്ക്. നത്തിങ് ഈസ് ദേർ ബ്രോ. ഒന്നും കാണല്ലേ. എവിടുത്തെ യെല്ലോ കീ എവിടെ നിന്ന് കിട്ടുക? യെല്ലോ കീ. ലെറ്റ്സ് ഗോ. നമുക്ക് യെല്ലോ കീ കിട്ടി. നമുക്ക് ആ പെയിന്റ് എടുക്കണം. പെയിന്റ് അപ്പോൾ അതാണ് ആ ബീജം. അവ ഏവിലുണ്ട് മരണത്തിൽ നിന്ന് എനിക്ക് വന്നൊരു ബീജമാണ് നമ്മൾ കേട്ടത്. ഇപ്പോഴല്ലേ കാര്യം കേട്ടത്. അയന്താക്ഷണ 3 ലൈഫ് ബോഡി. നമുക്ക് 2 ലൈഫ് ബോഡി ഉണ്ട്. ഈ 2 ലൈഫ് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ആവണം. അതിന് വേണ്ടി നമുക്ക് 2 പണിയെടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആഗ്രഹം ഇല്ല. എന്തായാലും മരിച്ചു. എന്തിനാ പിന്നെയും കൊല്ലണം? അതിനെ പാവുണ്ട്. ഇനി ബെഞ്ച് ഓഫ് കീസ് തുറക്കണ്ടില്ല. ബെഞ്ച് ഓഫ് കീ ജസ്റ്റ് ഒരു ഡേയും കൂടെ ഉള്ളത് തോന്നുന്നുണ്ട്. ലാസ്റ്റ് ഡേ ബ്രോ. ഇതാണെങ്കിൽ എക്സ്ട്രാ ലൈഫ് എടുക്കാനുള്ള പൈസ ഇല്ല. നമുക്ക് യെല്ലോ കിട്ടി ജസ്റ്റ് ആ പെയിൻ്റ് എടുത്ത് ജസ്റ്റ് എസ്കേപ്പ് ആയാൽ മതി. അത്ര ഉള്ള പരിപാടി. ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല പറയുമ്പോൾ പാട്ടു ഭയം. ഈ വെള്ളിൻ്റെ എവിടെ നിന്ന് അടിച്ച് കയറി വരാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഞാൻ യെല്ലോ കീ എവിടെ? യെല്ലോ കീ എടുക്ക്. നോ. ഓക്കെ ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ആ വണ്ടി തന്നു. ആ വണ്ടി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിന് പിന്നെ ആംബുലൻസിൻ്റെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതൊന്നും വേഗം ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കണം. നമുക്ക് തൽക്കാലം ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത്. വെയിറ്റ് ചെയ്യണം വേണ്ടയോ? ഇറ്റ്സ് ബ്ലോക്ക്ഡ്. അതിൻ്റെ അകത്ത് അതാണ് കൈസ്. ഇതിൻ്റെ അകത്ത് വേറൊരു ലോകം ഉണ്ട് കേട്ടോ കൈസ്. ഇതിനകത്ത് നമുക്ക് ഞാൻ എൻ്റെ കഥ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ വാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ വാന് ഫുള്ള് തൂണുകളായിരിക്കും. ആ തൂണുകൾ തിരുമ്പാൻ ഇതിനൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളോട് പണിയെടുപ്പിക്കുന്നുണ്ട്. കുറേ വയ്യാത്ത ചൈൽഡ് ലേബർ എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവമുണ്ട്. സോ ആ കുട്ടികളൊക്കെ രക്ഷിച്ച് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടേണ്ട പേരാണ് അതൊന്ന് ബലൂൺ എസ്കേപ്പ് ആകുമ്പോൾ തൊട്ടെ. സോ ആ എസ്കേപ്പ് ആണെങ്കിൽ എല്ലാവരും ഒന്ന്
കമൻറ്റ് ചെയ്തോട്ടോ. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട്. എന്തായിരുന്നു അതിൻ്റെ പേര്? ക്രൊക്കഡൈൽ എസ്കേപ്പ്. അതും എന്നാലും കുറച്ചുകൂടി വൈബ് എന്ന് പറയുമ്പോൾ അടിപൊളി എന്ന് പറയാനായിട്ട് ആ ബലൂൺ എസ്കേപ്പാണ്. അതിന് കുറേ ചെയ്യാണ്ട് ഇത് 4-5 പാട്ട് ഇടാൻ പറ്റുള്ളൂ. സോ വേണമെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യട്ടോ. അത് ബീവിൻ്റെ ഫുള്ള് കഥ അങ്ങോട്ട് ഇതാവും. വണ്ടി വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ആ വണ്ടീനെ വിളിക്കാം. എന്തായാലും നമുക്ക് യെല്ലോ ഒക്കെ ഡ്രോപ്പ് ചെയ്യാണ്ട് തന്നെ തപ്പി കണ്ടുപിടിക്കാം. വണ്ടി വരണൊക്കെ സൗണ്ട് കേൾക്കും. ആ വണ്ടി വരണ്ട്. യെസ്, വണ്ടി വരണ്ട്. ഓക്കേ, കേടിയ വള്ളി കാലിച്ചിട്ട് അവ റെഡിയായി. എല്ലാം നമുക്ക് എനിക്ക് നോക്കാം. നമ്മളെ കണ്ടാൽ പിന്നെ പണിയാവും. ഇത് ഈ തുണി അവിടെ വെച്ചിട്ട് ആ സിസ്റ്റർ കടന്നു ഓടണം. സമയം കൊണ്ട് നമുക്ക് റെഡി എടുക്കാം. കയറി ഇവിടെ ഒളിഞ്ഞിക്കാം. അവിടെ ഉണ്ടോ സിസ്റ്റർ തുണിയൊക്കെ എടുത്തേക്കണ്. That's it. So we are going to escape. A few moments later. ഉറങ്ങി. വേഗം. മണി അടിക്കരുത്. ഓക്കെ. ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടെ ഒളിഞ്ഞിക്കാം. ഇനി ബെല്ലടിക്കുമ്പോൾ ആ ചേച്ചി വഴി എണീക്കും. എന്നിട്ട് നമ്മുടെ ഇതെടുത്ത് പെന്നി കയ്യിൽ വെച്ചിട്ട് പിന്നെ ഉറങ്ങാൻ പോവാ. സമയം കൊണ്ട് നമുക്ക് എസ്കേപ്പ് ആവാം. One eternity later. അയ്യോ, ഞാനില്ല. ഓടാ, അതെന്ത് പരിപാടിയാടോ. പക്ഷേ നമ്മളെ കണ്ടാ പണി തേങ്ങ. ക്ലോസ് ഡേർട്ട് ചെയ്തായിരുന്നു. ആ 3 എടുത്ത് വെക്കണം. നമുക്കിവിടെ എസ്കേപ്പ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്താ ചെയ്യാൻ? നമുക്ക് ആ വണ്ടി ഒന്നുകൂടി വിളിച്ചെടുത്തു. എനിക്ക് എത്ര സമയം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഈ സമയത്തേക്ക് എണ്ണനെ വന്ന് ഞാൻ അടിച്ചെന്നെ കൊന്ന എണ്ണയെ വേറൊരു മുഖയും ആണല്ലോ. എണ്ണ ഒന്ന് ചത്തോ. ഇതിവിടെ നമ്മളെ ഫോണിൻ്റെ ഇറങ്ങി കൊടുത്ത വണ്ടി ഇങ്ങോട്ട് തരും. പക്ഷെ അത് അടിക്കാനുള്ള കോഡ് കാണില്ല. അത് ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ. പറ്റിയ ഉണ്ടോ? യെസ്, കാളി വിത്ത് ഫോൺ നമ്പർ അത് കിട്ടി. യെസ്, ഇപ്പോൾ കാർ വരും. വേഗം പൊക്കോ. രണ്ടൊന്ന് കൊള്ളണേ മുന്നേ വേഗം പോ. കണ്ടക്ടർ ബ്രോ. വണ്ടി വന്നു പറഞ്ഞാൽ 15 രൂപ ഇല്ലടാ. വാട്ട് ബ്രോ, നമ്മൾ ജയത്തിൻ്റെ അറ്റം വരെ എത്തിയിട്ട് നമ്മൾ പൊട്ടി. ദിസ് ഈസ് ദ വേസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. എല്ലാം ചെയ്തിട്ടും പൊട്ടി ഗൈസ്. പരിപാടി ഉണ്ട്. ഈ മാസ്ക് സിസ്റ്റം മാസ്ക്. ആ മാസ്കാണ് അടക്കി മണ്ണിൽ അടക്കിയല്ലേ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഉറപ്പായിട്ടും വരും. ദിസ് ഇസ് ദ റിവെഞ്ച് ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും വരും. ഞാൻ ഒരു സംശയമില്ല. അതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. നന്ദിയുണ്ടേ.